കരുനാഗപ്പള്ളി CPM-ൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ഇന്നലെ നടന്ന ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി ഉണ്ടായതിന് പിന്നാലെയാണ് തെരുവിലെ പ്രതിഷേധം. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഈ CPM-ലെ പൊട്ടിത്തെറി കയ്യാങ്കളിയിലെത്തിയിരുന്നു. അവിടെ നിന്ന് തെരുവിലേക്ക്, അതായത് ഒരു വിഭാഗം പ്രവർത്തകർ CPM-നെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ഇന്ന് രാവിലെ തന്നെ സേവ് CPM എന്നുള്ള പോസ്റ്ററുകൾ ഈ കരുനാഗപ്പള്ളി മേഖലയിലൊക്കെ ചുമരുകളിൽ പതിപ്പിച്ചിരുന്നു. പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഒരു വിഭാഗം പ്രവർത്തകർ ഈ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുലശേഖരപുരം അതുപോലെ തന്നെ ആലപ്പാട് നോർത്ത് CPM ലോക്കൽ സമ്മേളനങ്ങളൊക്കെ കയ്യാങ്കളി നടന്നിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അവിടെ എത്തിയ സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ പിരിച്ചുവിട്ടത്. അത്തരത്തിൽ നിരന്തരമായി ലോക്കൽ സമ്മേളനങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഇതിന് കാരണം അവിടേക്ക് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നവർക്കെതിരെ തന്നെ പീഡന പരാതി ഉൾപ്പെടെ നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ വിധേയരായവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. നേരത്തെ DYFI നേതൃത്വവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഈ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. നിരവധി പ്രവർത്തകരാണ് സേവ് CPM എന്നുള്ള പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധവുമായി CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അവിടെ ഇരുന്ന് ഈ കുത്തിയിരുന്ന് തന്നെ പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ പ്രവർത്തകർക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വരുന്നത്. എന്തായാലും CPM-ൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കാരണം ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടത്താതിരുന്ന ലോക്കൽ സമ്മേളനങ്ങൾ, അതായത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നതിനാൽ ഈ ലോക്കൽ സമ്മേളനങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് എത്രയും വേഗം തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ ലോക്കൽ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്നത്. എന്നാൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ വീണ്ടും ഉയർന്നു. ഈ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് തന്നെ ലോക്കൽ സമ്മേളനങ്ങളൊക്കെ അലങ്കോലമാകുന്ന ഒരു സാഹചര്യം. പിന്നാലെയാണ് പ്രവർത്തകർ ഇത്തരത്തിലൊരു മുദ്രാവാക്യവുമായി ഈ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. മനോജ്, വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും വിഭാഗീയതയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തെരുവിലേക്ക് ഇറങ്ങി പാർട്ടിയെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കുന്ന ഒരു അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഇത് CPM-ൽ ആദ്യമാണ്. CPM-ന്റെ സംവിധാനങ്ങളിലും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു സൂചന മാത്രമായി കണക്കാക്കേണ്ടി വരും. തീർച്ചയായും ഇത് വനിതകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ, അതായത് പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യമാണ്. അവരൊക്കെ പറയുന്നുണ്ട്, കാരണം ഇതിലൊരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം നേരത്തെ തന്നെ നേതാക്കളോടടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതോടൊപ്പം പരാതികളും ഒക്കെ തന്നെ അവർക്ക് മുന്നിൽ നിരത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അവരെ തന്നെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ചിലരുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ഈ ഒരു വിഭാഗം പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. തെരുവിലിറങ്ങി തന്നെയാണ് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ നേതൃത്വത്തിനടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിലേക്ക് നിർദ്ദേശപ്രകാരം എത്രയും വേഗം ഈ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകണമെന്നായിരുന്നു ഈ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. അത് തന്നെയാണ് ഏരിയ കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അതിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇങ്ങനെയുള്ള നേതാക്കളെ ഇനിയും പാർട്ടി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഇതിലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് അവിടെയുള്ള പ്രവർത്തകരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കരുനാഗപ്പള്ളി മേഖലയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായി ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമ്മേളനത്തിനിടയിൽ ഒരു വിഭാഗം പ്രവർത്തകർ ഈ ജനാധിപത്യം സംരക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യം ഒക്കെ ഉയർത്തി ആ സമ്മേളന നഗരിയിൽ തന്നെ വലിയ തരത്തിലൊരു വാക്പോരിലേക്ക് കടന്നു, കയ്യാങ്കളിയിലേക്ക് കടന്നു. പിന്നാലെ ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് തന്നെ ഈ ഒരു പ്രവർത്തകർ എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവരുടെ കയ്യിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ പാർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ ഈ പ്ലക്കാർഡുകളിലൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നത്. അത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ഈ നേതാക്കളെ അവർക്കെതിരെ നടപടിയെടുക്കുക, അവരെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൃപ്തി അത് വ്യക്തമാണ്. എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഏരിയ കമ്മിറ്റി മാത്രമല്ല, ഇത്തരത്തിൽ പ്രാദേശിക തലങ്ങളിലും അത് നേതൃത്വത്തിനെതിരെ ബാധിക്കുന്ന
ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും CPM ഇതിൽ കൃത്യമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ വലിയ തരത്തിലൊരു കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രവർത്തകർ സൂചന നൽകിയിരിക്കുന്നത്. തങ്ങൾക്ക് ഈ പാർട്ടിക്കുള്ളിൽ നീതി ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ശരിയായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇനി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തങ്ങളില്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. വീണ. ഓക്കെ, ശരി മനോജ്. ഏതായാലും ഇത് CPM-ൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പൊട്ടിത്തെറി തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സേവ് CPM എന്ന ബാനറുകളുമേന്തി പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ഇന്നലത്തെ കയ്യാങ്കളി ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ തെരുവിൽ ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇത് പാർട്ടിയെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയുമാണ്.